Hello friends, welcome to Chully videos. നമ്മൾ ഇന്നൊരു വെറൈറ്റി സ്വാദുള്ള ഡിഷാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു മാമ്പഴ കുമ്പിളപ്പം അല്ലെങ്കിൽ കുമ്പിളട. ഇലട എന്നൊക്കെ പറയാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ചക്കപ്പഴം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് മാമ്പഴം കൊണ്ടാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ നിറയെ മാമ്പഴം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം മിക്സിയിലൊന്ന് അടിച്ച് പൾപ്പാക്കി എടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ശർക്കര ചേർത്തൊന്ന് വരട്ടിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ഉണ്ട ശർക്കര പാനിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം ചുക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വരട്ടിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാമ്പഴപ്പൾപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ചേർക്കാം. ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഇനി ഇളക്കി അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും തിളച്ച് വരുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകമൊക്കെ കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കായാലിത് ചൂടാറുമ്പോൾ ഉണങ്ങിപ്പോവും. അപ്പോൾ ഇത്തിരി ലൂസായിട്ട് തന്നെ അങ്ങ് എടുത്താൽ മതി. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് അടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിനി മാവ് കുഴച്ചെടുക്കാം. ഇതിനായിട്ട് ഇതിന് ഒരു ബൗളിൽ മാമ്പഴം വരട്ടിയതെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ വറുത്ത റവയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തരിയുള്ള അരിപ്പൊടി ഉപയോഗിക്കാം. റവയാകുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ റവ ഉപയോഗിക്കുന്നത്. റവ നമ്മൾ കുറച്ചായിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഈ മാമ്പഴം വരട്ടേൻ്റെ നനവിലാണ് നമ്മൾ ഈ റവ കുഴച്ചെടുക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളം ചേർക്കുന്നില്ല. കുറച്ചായിട്ട് ചേർത്തില്ലെങ്കിൽ പെട്ടെന്ന് അത് ഉണങ്ങിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് നനവനുസരിച്ചിട്ട് റവ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് അധികം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ച് വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ റവ കുതിർന്ന് കഴിയുമ്പോൾ മാവ് ഭയങ്കരമായിട്ട് കട്ടി പോവും. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന അടയും അതുപോലെ തന്നെ ഹാർഡായിട്ടിരിക്കും. അപ്പോൾ പാകത്തിന് നനവിൽ വേണം മാവ് വെക്കാനായിട്ട്. റവ കുതിരാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതിനെ അടച്ചു വെക്കാം. അപ്പോഴേക്കും നമുക്കിത് എൻ്റെ കുമ്പിൾ റെഡിയാക്കാം. ഞാനിവിടെ കുറച്ച് മാവിൻ്റെ ഇലകളാണ് എടുത്തേക്കുന്നത്. വാഴയിലയിൽ പൊതിഞ്ഞെടുത്താലും മതി കേട്ടോ. ഞാനൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് മാവിലെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുമ്പിളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ മാവ് നിറയ്ക്കാം. അപ്പം നമ്മുടെ റവയൊക്കെ നല്ലോണം കുതിർന്ന് റെഡി ആയിട്ടുണ്ട്. എങ്ങാനും നനവ് കുറഞ്ഞു പോയാൽ ഒരിത്തിരി വെള്ളം തളിച്ചൊന്നുകൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുമ്പിളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇഡലിത്തട്ടിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വാഴയിലും കൂടി ഒന്ന് പൊതിഞ്ഞ് വയ്ക്കാം. ഇതിലൊന്ന് പതുക്കെ തീയിലൊന്ന് വാട്ടിയെടുത്തിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ മതി. ഇതിനുവേണ്ടി ഞാനിവിടെ ഇഡലി പാത്രത്തിൽ അല്പം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഈ തട്ടിലേക്ക് അടുക്കി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴ കുമ്പിളപ്പം ഇവിടെ പാകമായിട്ടുണ്ട്. നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. മാമ്പഴത്തിൻ്റെ മധുരവും പുളിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക രുചി. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ മാമ്പഴ കുമ്പിളപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്